ഈ പുതിയിടം മാണി എന്ന അച്ഛന്റെ കാര്യം വലിയ കഷ്ടം തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം കയറി ഓരോ വിവരക്കേട് പറയും. നാട്ടുകാർ കുത്തിയിരുന്ന് പൊങ്കാലി ഇടുകയും എന്നാലും അദ്ദേഹത്തിന്റെ ധാർഷ്ട്യവും അത്യാഗ്രഹവും ഒന്നും ക്ഷമിക്കില്ല. കേരള രാഷ്ട്രീയത്തെ ഉള്ളംകൈയിലിട്ട് അമ്മാനമാടണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ അദ്ദേഹം തയ്യാറുമാണ്. ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ച ഇദ്ദേഹത്തിന് രാജ്യത്ത് വന്ന മാറ്റങ്ങളൊന്നും ഇതുവരെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. ഇദ്ദേഹം ഇപ്പോഴും സ്വാതന്ത്ര്യ സമര കാലത്ത് ഗാന്ധിയോടൊപ്പം നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ സ്വാതന്ത്ര്യ സമരത്തിന് പോയ കഥകൾ വല്ലതും കുഞ്ഞുനാളിൽ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. അതിന്റെ ഒരു ത്രില്ലിലാണ് ഇപ്പോഴും അദ്ദേഹം നടക്കുന്നത്. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് പിരിച്ചുവിട്ടു എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ ചെവിയിൽ ഇന്നേ വരെ എത്തിയിട്ടില്ല. അതേ കോൺഗ്രസ് ആണ് ഇന്നും ഉള്ളത് എന്നാണ് ഇദ്ദേഹത്തിന്റെ ധാരണ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചാൽ വിദേശ ക്രിസ്ത്യൻ മിഷണറിമാരോട് ഇന്ത്യ വിട്ടു പോകുവാൻ ഞാൻ ആവശ്യപ്പെടുമെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത് അക്കാലത്തെ പത്രത്താളുകൾ തപ്പിയാൽ ഇപ്പോഴും കാണാതിരിക്കില്ല. മൃഗങ്ങൾക്ക് സർവാധിപത്യം നൽകി 1972 നിയമം കൊണ്ടുവന്ന് ഈ നാട്ടിലെ കൃഷി മുഴുവൻ നശിപ്പിച്ചതും കർഷകരെ മുഴുവൻ കടക്കെണിയിലാക്കിയതും ഇതേ കോൺഗ്രസ് ആണ് എന്ന് ഇന്നേ വരെ മനസ്സിലായിട്ടില്ല. സഭാവിശ്വാസികളായ ഭൂരിപക്ഷം കർഷകരും ഉപേക്ഷിച്ചത് ഈ നിയമത്തിന്റെ പശ്ചാത്തലത്തിലാണ്. മുനമ്പത്തുള്ള 600 വീട്ടുകാരുടെ കഞ്ഞിയിൽ മണൽ വാരിയിട്ടതും ഇവർ തന്നെയാണ്. ഇതൊന്നും അറിയാതെയാണ് ആ പാവം വൈദികൻ കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിക്കാനായി പരിശുദ്ധ അൾത്താര ഉപയോഗിക്കുന്നത്. ഈ സഭയിൽ നടക്കുന്ന മാറ്റങ്ങൾ പോലും ഈ പാവം വൈദികൻ അറിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് ഈ വൈദികനോട് കൂടുതൽ സഹതാപം തോന്നുന്നത്. നാളിതുവരെ തുടർന്ന രീതികളിൽ നിന്ന് മാറി ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന വാർഡുകളിൽ കക്ഷി രാഷ്ട്രീയം നോക്കാതെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നാണ് സഭ ഐക്യകണ്ഠേന എടുത്തിരിക്കുന്ന തീരുമാനം. പക്ഷേ ഈ പാവം ഇതൊന്നും അറിഞ്ഞിട്ടില്ല. സഭയിലെ ആരും ഇദ്ദേഹത്തോട് ഇത് പറഞ്ഞിട്ടുമില്ല. സഭ അത്രയും വിലയെ ഇദ്ദേഹത്തിന് നൽകുന്നുള്ളൂ എന്ന് സാരം. ഇതിനിടയിലാണ് വൈദികരോട് അമിത വിശ്വാസവും സ്നേഹവും ബഹുമാനവുമുള്ള ഒരു വ്യക്തി മാണി അച്ഛന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന വാദഗതിയുമായി ഇറങ്ങി വന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സുഹൃത്ത് മനസ്സിലാക്കേണ്ടത് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ്. വൈദികർക്ക് പല കാര്യങ്ങളിലും ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാഷ്ട്രീയം എന്നത്. പല രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് പള്ളിയിൽ വരുന്നത്. ഏകദൈവത്തിലുള്ള വിശ്വാസം മാത്രമാണ് അവരെ പള്ളിമുറ്റത്തേക്ക് എത്തിക്കുന്നത്. ഈ രീതിയിലാണ് ഈ വൈദികന്റെ പോക്കെങ്കിൽ കോൺഗ്രസുകാർ അല്ലാത്ത വിശ്വാസികൾക്ക് വിശുദ്ധ കുർബാന നൽകില്ല എന്നൊരു നിലപാട് ഇദ്ദേഹം എടുക്കുവാനുള്ള സാധ്യതയുണ്ട്. ചില കഥകൾ ആ രീതിയിൽ ഇദ്ദേഹം ഭരിച്ചിരുന്ന പള്ളികളുടെ തിരുമുറ്റത്ത് കേൾക്കുന്നുമുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപത അക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. വായിൽ കോലിട്ട് കുത്തിയാലും ജോസ് പ്രതികരിക്കില്ല എന്ന ധൈര്യത്തിലാണ് ഈ വൈദികൻ തുടർച്ചയായി ജോസിനെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ജോസിനോട് ഇദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ വിരോധം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ഇദ്ദേഹത്തിന്റെ കുടുംബക്കാരനും ഉറ്റ സുഹൃത്തുമായ സണ്ണി പാമ്പാടിയെ അവരോധിക്കുന്നത് അട്ടിമറിച്ചു എന്നതാണ്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് പരസ്പരമുള്ള വഴക്കുകൾ അവസാനിപ്പിക്കണമെന്ന് വിശ്വാസികളെ പഠിപ്പിച്ച അച്ഛൻ തന്നെയാണ് വർഷങ്ങളായുള്ള വൈരാഗ്യം മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. ഉർവശി ശാപം ഉപകാരമെന്ന് പഴയൊരു പ്രയോഗമുണ്ട്. അർജുനനെ കാമിച്ച ഉർവശിയോട് പുറം തിരിഞ്ഞു നിന്ന അർജുനനെ ഉർവശി ശപിച്ചതാണ് ചരിത്രം. പിന്നീട് അജ്ഞാതവാസ കാലത്ത് അത് അർജുനന് ഉപയോഗപ്പെടുകയും ചെയ്തു. അതുപോലെ താഴത്തെ നിരയിലുള്ള പ്രവർത്തകരിൽ ചിലരെങ്കിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുവാനായി കോൺഗ്രസുകാരുമായി കൂട്ടുകൂടണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അച്ഛന്റെ ഈ അസ്ഥാനത്തുള്ള പ്രയോഗത്തോടെ അവരെല്ലാം ഒന്നുകൂടി ഒത്തൊരുമിക്കാനുള്ള അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുത്തതിൽ ജോസ് എന്നും അച്ഛനോട് നന്ദിയുള്ളവനായിരിക്കും എന്നാണ് ഒരു പാർട്ടി പ്രവർത്തകൻ പറഞ്ഞത്. 2021 തെരഞ്ഞെടുപ്പിൽ പ്രിൻസ് ലൂക്കോസിനെ വെള്ളത്തിലാക്കിയത് ഈ മഹാൻ തന്നെയായിരുന്നു. അന്ന് ഇദ്ദേഹത്തിന് കോൺഗ്രസുകാരോട് പറഞ്ഞ് ലതിക സുഭാഷിനെ പിൻവലിപ്പിക്കാമായിരുന്നല്ലോ. അത് ചെയ്യാതെ പ്രിൻസിനെ എണ്ണ തേച്ച് ഗോദയിൽ ഇറക്കിയിട്ട് വാസവനെ ജയിപ്പിച്ചു വിട്ട മിടുക്കനാണ് ഇദ്ദേഹം. ഒടുവിൽ ഒരു ഉളുപ്പുമില്ലാതെ വാസവൻ ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് പുറകെ നടന്നു. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്ന നയപരിപാടിയാണ് ഇദ്ദേഹം എന്നും നടപ്പിലാക്കിയിട്ടുള്ളത്. നാളെ ജോസ് മന്ത്രിയുടെ കാറിൽ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ അച്ഛൻ ഈ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ച് ജോസ് മിടുക്കനാണ് എന്ന് വിളിച്ചു പറയുന്ന ഒരു കാഴ്ചയും കൂടി നമ്മൾ എല്ലാവരും കാണേണ്ടി വരും. ചക്കരയ്ക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിലും എനിക്ക് ചക്കരയെ ഇഷ്ടമാണ് എന്ന് അദ്ദേഹം പരസ്യ പ്രസ്താവന നടത്തും. സത്യത്തിൽ അച്ഛൻ ജോസിനെ അല്ലാണ്ട് വേറെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ ഉപദേശിക്കുവാൻ പോകുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാകില്ല. കാരണം അവര് മുഖത്ത് നോക്കി കാര്യം പറയും. ജോസ് രണ്ട് കൈയും കൂപ്പി പിടിച്ച് മിണ്ടാതിരിക്കും. ഈ അടുത്ത ദിവസം ജോസിനെയും മാണിയച്ഛനെയും തമ്മിൽ ഒരു താരതമ്യ പഠനം ഒരാൾ നടത്തുകയുണ്ടായി. മാണിയച്ഛൻ ഒരു കൊടിമൂത്ത വിഷസർപ്പമാണെങ്കിൽ ജോസ് വെറും ഞാഞ്ഞൂൽ മാത്രമാണ്. കാർഷിക മേഖലയിലുള്ള ഒരു വിദ്വാൻ ആയതുകൊണ്ടാകാം അദ്ദേഹത്തിന്റെ നിരീക്ഷണമായത്. ഒരു സാധാരണ വിശ്വാസിയുടെ നിരീക്ഷണം മറ്റൊന്നായിരുന്നു.
ദൈവവചനം പ്രഘോഷിക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്നവർ രാഷ്ട്രീയ വനങ്ങൾ പ്രഘോഷിച്ച് അവരുടെ വിലയും നിലയും കളയരുത്. അഥവാ അങ്ങനെ രാഷ്ട്രീയം കളിക്കണമെന്ന ഉദ്ദേശമുണ്ടെങ്കിൽ തിരുവസ്ത്രം ഊരിക്കൊടുത്ത് സഭയോട് സലാം പറഞ്ഞിറങ്ങി വിശ്വസിക്കുന്ന പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കണം. വിശുദ്ധ ചാണ്ടിയുടെ അനുസ്മരണ ദിനത്തിൽ ഭാര്യ മറിയാമ്മ പറഞ്ഞതനുസരിച്ചാണ് എങ്കിൽ കോൺഗ്രസ് അദ്ദേഹത്തോട് ചെയ്ത അന്യായങ്ങൾ പൊറുക്കാനാവുന്നതല്ല. എന്നിട്ടും ആ കോൺഗ്രസിനോട് തന്നെ ചേരണമെന്നാണ് ഇദ്ദേഹം പ്രഘോഷിക്കുന്നത്. മറിയാമ്മയുടെ വാക്കുകൾ അദ്ദേഹം കേൾക്കുക പോലും ചെയ്തിട്ടില്ല. കോൺഗ്രസ് ഈ നാടിനോട് കാണിച്ച അവഗണന ഈ വൈദികൻ കണ്ടിട്ടില്ല. കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാർ മാറിയതോടുകൂടി കേരളത്തിന് വന്ന മാറ്റങ്ങൾ അച്ഛൻ കാണാതെ പോകരുത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മുതൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പണിതീർന്നു വരുന്ന NH-66ഉം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓടുന്ന വന്ദേ ഭാരത് ട്രെയിനുകളും ഒന്ന് കൺകുളിർക്കെ കാണ് എന്റെ അച്ചോ. മനോഹരമായ കാഴ്ചകളാണ്. കോൺഗ്രസ് ഈ നാട്ടിൽ നിന്നും പോയതോടുകൂടി വികസനത്തിന് പുതിയ മാനദണ്ഡം തന്നെ കൈവരിച്ചു. അതൊന്നും മനസ്സിലാക്കാതെ സഭാവസ്ത്രമിട്ട് ആ വസ്ത്രത്തിന്റെ ഫലത്തിൽ വിശ്വാസികളെ വിരട്ടി കോൺഗ്രസുകാരാക്കി സംസ്ഥാന ഭരണം പിടിക്കാമെന്ന് കരുതി പ്രവർത്തിക്കരുത്.